ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ചിത്രരൂപങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് രണ്ടാം കൃതി ബഹുപദങ്ങളുടെ ചിത്രരൂപങ്ങൾ പരിചയപ്പെടാം. ഏറ്റവും ലളിതമായ രണ്ടാം കൃതി ബഹുപദം ഏതാണ്? പി ഓഫ് എക്സ് സമം എക്സ് സ്ക്വയർ അല്ലേ? ഇതിന്റെ ചിത്രരൂപം വരക്കാൻ എക്സിന് വിവിധ വിലകൾ നൽകി ഒരു പട്ടിക തയ്യാറാക്കാം. എക്സ് -3 ആവുമ്പോൾ പി ഓഫ് എക്സ് എന്നത് -3 സ്ക്വയർ അഥവാ 9 ആണ്. ഇതുപോലെ എക്സ് -2 ആവുമ്പോൾ പി ഓഫ് എക്സ് 4ഉം, എക്സ് -1 ആവുമ്പോൾ പി ഓഫ് എക്സ് 1ഉം, എക്സ് 0 ആവുമ്പോൾ പി ഓഫ് എക്സ് 0ഉം, എക്സ് 1 ആവുമ്പോൾ പി ഓഫ് എക്സ് 1ഉം, എക്സ് 2 ആവുമ്പോൾ പി ഓഫ് എക്സ് 4ഉം, എക്സ് 3 ആവുമ്പോൾ പി ഓഫ് എക്സ് 9ഉമാണ്. ഇനി ലംബമായി രണ്ട് വരകൾ വരച്ച് ഒരേ അകലത്തിൽ സംഖ്യകൾ അടയാളപ്പെടുത്താം. തുടർന്ന് വിലങ്ങനെയുള്ള വരയിലെ -3ൽ നിന്ന് 9 യൂണിറ്റ് ഉയരത്തിൽ വരക്കുന്ന ലംബത്തിന്റെ മുകളറ്റം അടയാളപ്പെടുത്താം. ഇതുപോലെ വിലങ്ങനെയുള്ള വരയിലെ -2, -1, 0, 1, 2, 3 എന്നീ ബിന്ദുക്കളിൽ നിന്നും ക്രമത്തിൽ 4, 1, 0, 1, 4, 9 എന്നീ ഉയരത്തിൽ വരക്കുന്ന ലംബങ്ങളുടെ മുകളറ്റങ്ങളും അടയാളപ്പെടുത്താം. ഇവയെല്ലാം ഒരു വക്രരേഖ ഉപയോഗിച്ച് യോജിപ്പിക്കാം. കിട്ടുന്ന രൂപം നോക്കൂ. ഇനി വ്യത്യസ്ത രണ്ടാം കൃതി ബഹുപദങ്ങളുടെ ചിത്രരൂപങ്ങൾ പരിശോധിച്ചു നോക്കാം. ഇത് പി ഓഫ് എക്സ് സമം 1/2 സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 എന്ന ബഹുപദത്തിന്റെ ചിത്രരൂപമാണ്. ഇത് പി ഓഫ് എക്സ് സമം -2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 എന്ന ബഹുപദത്തിന്റെ ചിത്രരൂപമാണ്. ഇതുപോലെ കൂടുതൽ രണ്ടാം കൃതി ബഹുപദങ്ങളുടെ ചിത്രരൂപം വരച്ചു നോക്കൂ. അവയെല്ലാം പരിശോധിച്ചാൽ സ്ഥാനം മാറുക, വിരിവ് കൂടുകയോ കുറയുകയോ ചെയ്യുക എന്നിങ്ങനെയല്ലാതെ പൊതുവെ വക്രത്തിന്റെ രൂപം മാറുന്നില്ല. ഇടത്തുനിന്ന് വലത്തോട്ട് നോക്കുമ്പോൾ ചിത്രത്തിലെ വക്രം ഒന്നുകിൽ കുറേ ദൂരം താഴോട്ടിറങ്ങി ഏറ്റവും താഴ്ന്ന സ്ഥാനത്തെത്തി തുടർന്ന് മേലോട്ടുയരുന്നു, അല്ലെങ്കിൽ കുറേ ദൂരം മേലോട്ടുയർന്ന് ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തി തുടർന്ന് താഴോട്ടിറങ്ങുന്നു. ഇതിന്റെ ബീജഗണിത വിവരണം എന്തായിരിക്കും? പി ഓഫ് എക്സ് എന്ന ഏത് രണ്ടാം കൃതി ബഹുപദത്തിലും ന്യൂനസംഖ്യകളിൽ നിന്ന് തുടങ്ങി ക്രമേണ വലുതായി അതിസംഖ്യകളാകുന്ന തരത്തിൽ എക്സ് എടുത്താൽ ഒന്നുകിൽ പി ഓഫ് എക്സ് എന്ന സംഖ്യകൾ ക്രമേണ ചെറുതായി ഏറ്റവും ചെറിയ ഒരു സംഖ്യയിലെത്തിയതിനു ശേഷം വീണ്ടും വലുതാകുന്നു, അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്ന സംഖ്യകൾ ക്രമേണ വലുതായി ഏറ്റവും വലിയൊരു സംഖ്യയിലെത്തിയതിനു ശേഷം ചെറുതാകുന്നു.